നമ്മുടെ 20th ഇയർ സെലിബ്രേറ്റ് ചെയ്തില്ലേ ഷാറൂഖ് ഖാൻ. അതുപോലെയായിരുന്നു എനിക്ക് സിത്താരയ്ക്ക് ഈ പറഞ്ഞ കൂട്ട് ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു ഏത് ഈ സെല്ലുലോയിഡിലെ പാട്ട് അല്ലേ? ആ ഒരു ടേണിംഗ് പോയിന്റിനെ കുറിച്ചൊന്ന് പറയോ? തീർച്ചയായിട്ടും അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സിനിമയും പാട്ടും ഒക്കെയാണ്. അതിന് മുമ്പ് അതിശയം എന്ന് പറഞ്ഞ സിനിമയിലാണ് ഞാൻ ആദ്യമായിട്ട് പാടണേ. അതിനുശേഷം കുറച്ച് എന്താ പറയുക ആളുകൾ ശ്രദ്ധിച്ച കുറേ പാട്ടുകൾ പാടിയിട്ടുണ്ടായിരുന്നു. ആക്ച്വലി എൽസമ്മ എന്ന ആൺകുട്ടിയിൽ രാജാമണി സാറിൻ്റെ പാട്ടാണെങ്കിലും പിന്നെ മേരിക്കുണ്ടൊരു കുഞ്ഞാട്, ട്രാഫിക്, അങ്ങനെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിനിമകളിൽ പാട്ടുകൾ ഉണ്ടായിരുന്നു തമിഴിലും ഒക്കെ. പക്ഷേ സെല്ലുലോയിഡ് വന്നപ്പം തീർച്ചയായിട്ടും അതിന് കിട്ടിയിട്ടുള്ളൊരു അംഗീകാരം ഉണ്ടല്ലോ. സ്റ്റേറ്റ് അവാർഡ് കിട്ടിയപ്പോൾ ആളുകൾ കൂടുതലും ശ്രദ്ധിച്ചു. അതിന് മുമ്പ് പാടിയ പാട്ടുകളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഒരു കാരണമായി. അപ്പോൾ എനിക്ക് എൻ്റെ കരിയറിൽ വളരെ പ്രധാനപ്പെട്ടാണ് എം ജയദേവൻ സാറും കമൽ സാറും തന്നിട്ടുള്ള ആ ഒരു പാട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാട്ട്. ആ പാട്ടിന് 2 വരി അമ്പിളിച്ചന്തം ഏനുണ്ടോടി താമരച്ചന്തം ഏനുണ്ടോടി മാരിവിൽ ചന്തം ഏനുണ്ടോടി മാമഴച്ചന്തം കമ്മലിട്ടോ പൊട്ടു തൊട്ടോ ഏനിതൊന്നും അറിഞ്ഞതേയില്ലേ പുന്നാര പൂങ്കുയിലേ. ശരിക്കും ഇതിപ്പോ തമിഴിലും എടുത്തപ്പം അതില് ഇതേ മാരിയ ട്യൂൺ ഇത് തന്നെയാണ്, വരികൾ മാത്രം. അമ്മാടിന താമരൈതാന അമ്മാടിന മാരിവിൽദാന അമ്മാടിന മാമഴൈതാന കമ്മലിട്ടേ പൊട്ടു തൊട്ടേ ഏനിതൊന്നും അറിഞ്ഞതേയില്ലേ തെമ്മാങ്കത്തേൻ കുയിലേ. തമിഴൊക്കെ നേരത്തെ അറിയോ? കുറേശ്ശെ നമ്മൾ കേട്ടാൽ മനസ്സിലാവും, കുറേശ്ശൊക്കെ വർത്താനം പറയും. അപ്പൊ പിന്നെ പാട്ട് പാടാൻ പറഞ്ഞപ്പോ പേടിയായില്ലേ? തമിഴിലൊക്കെ പാടുമ്പോ ആ ഒരു തമിഴ് പാട്ടുകൾ അതിന് മുമ്പ് ഞാൻ പാടിയിരുന്നു ചേച്ചി, കുറച്ച് അധികം പാട്ടുകൾ. പിന്നെ എനിക്ക് എൻ്റെ ടീച്ചേഴ്സൊക്കെ ഉണ്ട്, ഫ്രണ്ട്സ് ഉണ്ട് ഒക്കെ അവിടെയുള്ള. അപ്പൊ അതുകൊണ്ട് ഭാഷ അങ്ങനെ സഹായിക്കുമല്ലോ അവിടെ എല്ലാവരും. എനിക്കൊന്ന് തമിഴില് മാത്രമല്ലെന്ന് തോന്നുന്നു അല്ലേ സിത്താര? തെലുങ്കിലും കന്നഡയും കുറച്ച് പാടി. മലയാളികൾക്ക് കുറച്ചും കൂടി എളുപ്പമാണ് തോന്നുന്നുണ്ട് ഈ ഭാഷ. ഇതൊക്കെ മലയാളമാണോ ഏറ്റവും പാട് പഠിക്കാന്? മലയാളത്തിൽ എല്ലാ സിലബിൾസും ഉണ്ട്. തെലുങ്കാണ് നമുക്ക് കുറേം കൂടി എനിക്ക് എളുപ്പമായി തോന്നിയിട്ടില്ലേ മലയാളികൾക്ക്. പിന്നെ തമിഴൊക്കെ അവര് സഹായിക്കും, നമ്മളെന്തെങ്കിലും തെറ്റ് പറഞ്ഞാൽ അപ്പൊ അവര് കറക്റ്റ് ചെയ്യാൻ. ഞാൻ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, പക്ഷെ പുട്ട് ഇതുവരെ എന്റെ പുട്ട് തണുത്താലുള്ള അവസ്ഥ അറിയാലോ. പിന്നെ എന്നെ ചീത്ത വിളിക്കാറ്, ഞാൻ ഇങ്ങനെ കാതൊക്കെ പൊത്തിയിരിക്കേണ്ടി വരും. ഇതിനകത്ത് ബേസിക്കലി ഇച്ചിരി ഉപ്പൊക്കെ കുറവായിരിക്കും, ഞങ്ങൾ ഇച്ചിരി ഹെൽത്ത് കോൺഷ്യസ് ആണ്. പക്ഷെ എന്നാൽ തല്ലുകുളത്തിനും ഉണ്ടോന്ന് ഞാൻ പറഞ്ഞതെന്നറിയോ, ഞാൻ ഇച്ചിരി തേങ്ങ കൂടുതൽ ഇട്ടിട്ടുണ്ട്. തേങ്ങ കൊണ്ടുണ്ടാകുന്ന സൈഡ് എഫക്റ്റ് വളരെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പറയാൻ പാടില്ല. അതിൽ വലിയൊരു ദോഷമൊന്നും തേങ്ങ ഉണ്ടാക്കണില്ല. കാരണം നമ്മുടെ പ്രാദേശികമായ ഒരു ഭക്ഷണ രീതി എന്നുള്ള രീതിയിൽ തേങ്ങ അതിന്റെ ഭാഗമാണ്. പുട്ട് പ്രത്യേകിച്ച് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണല്ലോ. ദാസാറൊക്കെ ഇപ്പോഴും ഈ പ്രായത്തിലും ആരോഗ്യം പറഞ്ഞു കേൾക്കാറുണ്ട്. ഈ ആവിയിൽ പുഴുങ്ങിയ സിത്താര അങ്ങനെയാണോ? ഭക്ഷണ രീതി അത്ര ആരോഗ്യകരമാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. ഡോക്ടറിന്റെ ഇനി ഇതിപ്പോ ചോദിച്ചു നോക്കൂ വീട്ടിലെങ്ങനെ കഴിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ഏതാണ്? ഫാസ്റ്റ് ഫുഡ് ആണ്? ചിക്കൻ അല്ല ചിക്കൻ ബിരിയാണി, കോഴിക്കോട് ബിരിയാണി ഭയങ്കര നല്ലതായിട്ട് ടേസ്റ്റ് ആണ് ചേച്ചി. പക്ഷെ ഇത് ഭയങ്കര രസമായിരുന്നു. ചില ഭക്ഷണം കഴിച്ചു തുടങ്ങുമ്പോ പിന്നെയും വിശക്കുമല്ലോ, അത് അതിന്റെ ക്വാളിറ്റിന്റെ സൈഡാണ്. കല്ലുമ്മക്കായ ഞണ്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നമുക്ക്. പക്ഷേ ഇത് പൊട്ടിക്കാം. ഷെൽ ഫിഷുകൾ പൊതുവെ ക്രാബും ഈ കല്ലുമ്മക്കായൊന്നും അത്ര ഹാർട്ടിന് നല്ലതല്ല എന്ന് പറയും. മീനാണ് ഏറ്റവും നല്ലത്. ചെറു മീനുകളൊക്കെ വേവിച്ച് കഴിക്കുന്നത് വളരെ നല്ലതാണ് ഹൃദയത്തിന്.